അപ്പോൾ പ്രധാനപ്പെട്ട കമ്പോണന്റ് എല്ലാ കാറുകളിലും ഇപ്പോൾ ടെക്നോളജിയാണ്. അപ്പോൾ അതിവേഗത്തിൽ വിപുലപ്പെടുന്ന ഒരു മേഖലയായിട്ടാണ് ഓട്ടോമോട്ടീവ് ടെക്നോളജി വരുന്നത്. അപ്പോൾ അതിൽ നമുക്കുള്ളത് പ്രധാനപ്പെട്ടത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ്. വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും വിഴിഞ്ഞം വന്നതിൻ്റെ പുതിയ സാധ്യതകളുണ്ട്. പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ത്രൈവിംഗ് ഇക്കോസിസ്റ്റം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജസ്. അവരെല്ലാവരും ഇപ്പോൾ തന്നെ ഓട്ടോമൊബൈൽ കമ്പനികളുമായിട്ട് സഹകരിക്കുന്ന നിരവധി എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. CIT ഉൾപ്പെടെയുള്ള ബെൻസൊക്കെ ആയിട്ട് സഹകരിച്ച് അവരിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. മഹീന്ദ്രയുടെ ഇവരായി സഹകരിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഉള്ള ഒരു സംവിധാനം കൂടി നമുക്ക് സഹായകരമായിരിക്കും. അപ്പോൾ കേരളത്തിലേക്ക് പ്രധാനമായ ഓട്ടോമോട്ടീവ് ടെക്നോളജി രംഗത്തെ കമ്പനികൾ അവരാകർഷിക്കുക എന്നതാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് IKGSന്റെ മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും തന്നെ അങ്ങോട്ട് വരുന്നതിനുള്ള ഒരു വഴി കൂടി ഒരുക്കും. അവിടെ വെച്ച് കുറെ കൂടി വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഓട്ടോമോട്ടീവ് മേഖലയിൽ ഇന്ത്യയിലെ തന്നെ പ്രധാന കമ്പനികളാണ് നേരത്തെ പരാമർശിച്ചവയെല്ലാം. ആക്സിയ, വിസ്റ്റോൺ, ടാറ്റ എലക്സി, D-Space, US ടെക്നോളജി. ഇതെല്ലാം ഞാൻ നേരത്തെ പരാമർശിച്ച കമ്പനികളാണ്. അപ്പോൾ ഇവരെല്ലാവരുടെ സാന്നിധ്യം തിരുവനന്തപുരത്തെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നുണ്ട്. നേരത്തെ തന്നെ ഞങ്ങൾ ചില ആലോചനകൾ നടത്തിയിരുന്നു. അപ്പോൾ CIA, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, അവരും ഈ IKGSന്റെ ഒരു പാർട്ണറാണ്. ഫിക്കിയും CIAയും IKGSന്റെ പാർട്ണറാണ്. 9 രാജ്യങ്ങൾ നമ്മുടെ പാർട്ണർഷിപ്പ് ഈ പ്രോഗ്രാമിന്റെ പാർട്ണർമാരാണ്. ഇവിടെ നമ്മൾ ചെന്നൈ, ബാംഗ്ലൂരു 2 റോഡ് ഷോ CIAയുമായിട്ട് ചേർന്നിട്ടാണ് നടത്തിയത്. മുംബൈ, ഡൽഹി ഫിക്കിയുമായിട്ട് ചേർന്നിട്ടാണ് നടത്തിയത്. അപ്പോൾ തിരുവനന്തപുരത്തെ ഈ ഓട്ടോമോട്ടീവ് കോൺക്ലേവ് അത് CIAയുമായിട്ട് ചേർന്നിട്ടാണ്. വിഴിഞ്ഞം കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അത് ചേംബർ ഓഫ് കോമേഴ്സ്, ഇവിടുത്തെ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സുമായി ചേർന്നിട്ടാണ്. അപ്പോൾ ഗവൺമെന്റ് മാത്രമല്ല, എല്ലാ സംരംഭക സംഘടനകളും കേരളത്തിലുള്ള ഇൻവെസ്റ്റേഴ്സും എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഇങ്ങോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനും തൊഴിലവസരം സൃഷ്ടിക്കാനുമായിട്ട് ശ്രമിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരും പിന്തുണ ഉണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞതിൽ അവരിപ്പോഴേണ്ട ഒരു സാന്നിധ്യം. നിസാൻ, പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിസാൻ ഉണ്ട്, ബെൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ BMWയുടെ ടെക്നോളജി ഭാഗം ഇവരാണിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവർക്കെല്ലാം ടെക്നോളജി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു 1000 ഏക്കറിൽ ഒരു കാർ ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്താൽ വെരി ഡിഫിക്കൽട്ട്. ഏത് കാർ ഓടണമെങ്കിൽ ടെക്നോളജി വേണം. അത് നമ്മൾ റെഡിയാണ്, അതിലാണ്. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ഇതിനകത്തും ഇന്ന് പുതിയ കാറുകളൊക്കെ നിർമ്മിക്കാൻ അധികം സ്ഥലം വേണ്ടാത്ത പുതിയ രൂപങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്യൂവലിന് വരുന്നുണ്ട്, അങ്ങോട്ട് ഏത് ഉപയോഗിക്കാം, ഇങ്ങനെ പല പുതിയ മോഡലുകൾ വരുന്നുണ്ടല്ലോ. ഇന്ത്യയിലെ ഇപ്പോൾ ടാറ്റയുടെ വിൽപ്പനയുടെ EVയിൽ 20% കേരളത്തിൽ നിന്നാണ്. നമ്മളാകെ 2.8% അല്ല ഇന്ത്യയുടെ പോപ്പുലേഷൻ ഉള്ളൂ. ടാറ്റ EV വിൽക്കുന്നത് 20% കേരളത്തിൽ നിന്നാണ്. ഏറ്റവും വലിയ പെൻട്രേഷൻ EV പെൻട്രേഷനിൽ കേരളമാണ് നമ്പർ 1. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു മാർക്കറ്റ് നമുക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ ഷോക്കേസ് ചെയ്യാണ്, ഒപ്പം നമ്മുടെ പൊട്ടൻഷ്യലും. അപ്പോൾ ഇതുവരെല്ലാം വീണ്ടും നമുക്ക് കൊണ്ടുവരാം, ട്രിവാൻഡ്രത്തെ പ്രധാന ഒരു കേന്ദ്രമാക്കി മാറ്റാം. അല്ല, ഇപ്പോൾ ഈ പ്രധാന കമ്പനികളെല്ലാം ഇങ്ങോട്ട് വന്നില്ല. ഇപ്പോൾ തന്നെ ഇവരെല്ലാം ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡിംഗ് ടെക്നോളജി പ്രൊവൈഡേഴ്സാണ് ഈ പറഞ്ഞവരെല്ലാം. ഇപ്പൊ ടാറ്റ എലക്സിയുടെ മൊത്തം എടുക്കുകയാണെങ്കിൽ ഒരു 60% കൂടുതൽ വർക്ക് ഫോഴ്സ് ഇപ്പോൾ ഇവിടെ വന്നു കേരളത്തിലാണ്. നമ്മുടെ അടുത്ത ബിൽഡിംഗ് അവർക്ക് കൈമാറാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കിൻഫ്രയിൽ. അപ്പോൾ നല്ല മാറ്റം വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നന്നായി കൊടുക്കുക. അപ്പോൾ അതുകൂടി വായിച്ച് കൂടുതൽ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ. അല്ല, R&D മാത്രമല്ല, R&Dയുടെ ഭാഗമാണ്. പക്ഷെ പ്രൊഡക്റ്റിലേക്ക് കൂടി പോകാനാണല്ലോ. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഇവരുടെ തന്നെ ആക്സിയുടെ തന്നെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോ ഞാനൊരു പ്രോഗ്രാം തയ്യാറാക്കി, അല്ലേ? ആദ്യമായിട്ടായിരിക്കും. എന്നുവെച്ചാൽ ഇപ്പോ ജനറേറ്റീവ് AI വരുന്നതോടുകൂടി മനുഷ്യൻ വേണ്ട ഇതൊക്കെ പ്രോഗ്രാമൊക്കെ ഇപ്പോ AI തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ അതിലെല്ലാം നമുക്ക് നേരത്തെ ടൂളായിരുന്നു, ഞാൻ മുകളിലും പറഞ്ഞു. ഇപ്പൊക്കെ ഏജൻസ് ആണ്. അതെല്ലാം തന്നെ കേരളത്തിന് അതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ പ്ലാറ്റ്ഫോംസ്, ഏജൻസ്, ഇതിനെല്ലാം നമുക്ക് നല്ല സാധ്യതകളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അതിപ്പോ ക്ലിയർ ആയല്ലോ, നിങ്ങൾക്ക് എല്ലാവരും നല്ലൊരു വ്യക്തത എല്ലാവർക്കും വന്നല്ലോ. ഇനിയിപ്പോ കമ്മിറ്റി വന്ന് വാല്യുവേറ്റർ വന്ന് ആ സ്ഥലവും നമുക്ക് നന്നായി ഉപയോഗിക്കാൻ കഴിയും.
സ്റ്റേറ്റിന് നല്ല മാറ്റം വരും, നല്ല രീതിയിലുള്ള നല്ല സ്റ്റേറ്റിന് നല്ല ഗുണം വരും. നമ്മുടെ ചില ആളുകൾ ഇപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ ചിലർ തുടങ്ങി അത് അവിടെ ആ പ്രശ്നമുണ്ട്, KSEB ലൈൻ പോകുന്നുണ്ട്, ഇവിടെ മെട്രോ വരാനിടയുണ്ട്, ഇതുവരെ അതിനെ കുറിച്ച് ഉൾക്കേണ്ടില്ലാത്തത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതിരിക്കും എന്നുള്ളതിൽ ചിലരുണ്ട്. പക്ഷെ പൊതുവെ നമുക്ക് നല്ല മാറ്റം വരും. കുറെ കൂടി ഇപ്പൊ നമുക്ക് സ്ഥലമില്ല കൊടുക്കാൻ. ഇപ്പൊ ഞാൻ ആദ്യം കോഴിക്കോട് പോകുമ്പോൾ നമ്മുടെ KSIDCയുടെ സോണൽ ഓഫീസ് ആദ്യമായിട്ട് നമ്മൾ നോർത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി. അപ്പൊ നമ്മുടെ സൈബർ പാർക്കിലാണ്. അപ്പൊ അവിടെ ഊരാളെങ്കലിന്റെ പാർക്കുണ്ട്, ഗവൺമെന്റിന്റെ പാർക്കുണ്ട്. ഞാനും അന്ന് ഹരീഷൂർ ഉണ്ടായിരുന്നു, നമ്മൾ ഒന്നിച്ച് അല്ലേ KSIDCയുടെ അമ്മ രാജമാണിക്കാണ് MD. ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവരുടെ ആദ്യത്തെ ഡിമാൻഡ്, സാർ ഇവിടെ ആരുമില്ല, ഇത് ശ്മശാനം പോലെയാണ്, എങ്ങനെയെങ്കിലും ഒരു ആങ്കറെ കൊണ്ടുവരണം എന്നായിരുന്നു. ഇപ്പൊ അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ട് ലാൻഡ് ഒക്കെ കയറിയാണ്, സ്ഥലമില്ല. അപ്പൊ നമ്മൾ കേരളം മൊത്തത്തിലൊരു നഗരം, ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് കേരളം. ബാക്കി ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റി മാത്രമല്ലേ, നമുക്ക് വെരി ഇത് വിഭജിക്കാം. അപ്പൊ നമുക്ക് എല്ലായിടത്തും ഇതുണ്ട്, സ്ഥലം ഇപ്പോഴും ഇല്ല നമുക്ക്. അപ്പൊ ഇത് കിട്ടുന്നതോടുകൂടി നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അത് നമ്മളിപ്പോൾ റിന്യൂവബിൾ എനർജിക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്, സൗരോർജ്ജം ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇതിന്റെ കൂട്ടത്തിൽ സൈമൾട്ടേനിയസ്ലി അതൊക്കെ അങ്ങ് വന്നോളും. പിന്നെ കുറെ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഈ വിവാദങ്ങളിൽ മാത്രം അഭിരമിക്കുന്ന വ്യവസായം ഒന്ന് ദുർബലപ്പെടും. കാരണം ഇതങ്ങ് മുന്നോട്ട് പോവല്ലേ. അപ്പൊ നാടിനൊപ്പം നിൽക്കുക എന്നൊരു പൊതുവികാരം വരും. അപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള മൗലികവാദങ്ങളെല്ലാം അവസാനിക്കും. എന്നാൽ നമുക്ക് നമ്മുടെ വ്യവസായ നയത്തിന്റെ മോട്ടോ തന്നെ നേച്ചർ, പീപ്പിൾ, ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. എന്നാൽ പറഞ്ഞ ശരിയാണ്, ഇതെല്ലാം പശ്ചാത്തല സൗകര്യം നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകണം. ഇപ്പൊ പെട്ടെന്ന് സ്ഥലം വേണം, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അത് പെട്ടെന്ന് ഉണ്ടാക്കണം. ഇപ്പൊ പ്ലഗ് ആൻഡ് പ്ലേ ആണ്, വരുമ്പോൾ തന്നെ തുടങ്ങണം. നേരെ പ്ലഗ് കുത്തിയാൽ തന്നെ ആര് കുത്തിയപ്പോൾ തുടങ്ങാൻ പറ്റണം. പിന്നെ 2 സ്കിൽ അപ്പം തന്നെ കിട്ടണം, ഇന്ന സ്കില്ല് വേണം, അത് അപ്പം തന്നെ കൊടുക്കാൻ പറ്റണം. അപ്പൊ നമ്മൾ അപ്പം തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇന്റേൺഷിപ്പ് കൊടുക്കണം, പുതിയ കോഴ്സ്. ഇപ്പോൾ ഓട്ടോമോട്ടീവ് ടെക്നോളജി വരുമ്പോൾ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നതിനകത്തേക്ക്. ഇതിപ്പോ നമ്മൾ ഒറ്റയ്ക്കല്ല, വ്യവസായം ഒറ്റയ്ക്ക് പറ്റില്ല, യൂണിവേഴ്സിറ്റികൾ വിളിക്കും. ഇപ്പൊ ഞങ്ങൾ ഒരു ഗുണം, ഇപ്പൊ IBM വന്നപ്പോ അവരുടെ ആദ്യത്തെ മീറ്റ് ദ ഇൻവെസ്റ്റർ വന്നപ്പോ അവർ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ആ സെക്കൻഡിൽ നമ്മൾ ഓൺലൈനിൽ 3 വൈസ് ചാൻസലർമാരെ കൊണ്ടുവന്നു മീറ്റിംഗിൽ. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ അവരിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ തന്നെ അവർ കമ്മിറ്റ് ചെയ്തു, ഞങ്ങളിതാ 6 months ഇന്റേൺഷിപ്പ് അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ അതാണ് 100 പേരെ കൊണ്ടുവന്നത് 3000-ലേക്ക് എത്തിയത്. അപ്പൊ നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകാരെല്ലാം വിളിക്കും, ഗവൺമെന്റ്, എയ്ഡഡ്, പ്രൈവറ്റ് എല്ലാവരും വിളിക്കും. ഓട്ടോമോട്ടീവ് ടെക്നോളജി ഇപ്പോൾ അത് ഒരു ഇന്റഗ്രേറ്റഡ് ആണ്. കമ്പ്യൂട്ടർ മാത്രമായിരിക്കില്ല, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ എല്ലാം സാധ്യതയുണ്ട്. എന്നാൽ ഒരു ഫിനിഷിംഗ് വേണ്ടി വരും, ഇതിനാവശ്യമായ രൂപത്തിൽ മാറ്റിയെടുക്കണം. അത് നമ്മൾ അത്തരത്തിലുള്ള സ്കെയിലിംഗ് അപ്പ് ദ സ്കിൽസ് അതിന് ഇവരെ ഉപയോഗിക്കുക. അപ്പൊ ബെൻസിന്റെ CET തുടങ്ങിയല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കോളേജുകൾക്കും വളരെ സൗകര്യപ്രദമായിരിക്കും.